അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഈ ചക്ക, ബീഫ്, അതുപോലെ തന്നെ കപ്പ, ഇതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ചക്കയും ബീഫുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചക്കപ്പുഴുക്കും, അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്, കുക്കറിൽ ഒന്ന് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ബീഫ് മസാലയും പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം മതി. എന്നിട്ട് നല്ലോണം കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ബീഫ് കഴുകിയ ആ ഒരു വെള്ളം തന്നെ ഇറങ്ങി വരും കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ കുറെ വെള്ളം ചേർത്ത് കൊടുത്താൽ വിസിൽ വരുന്ന സമയത്ത് ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ബീഫ് എന്തായാലും ഒരു 3-4 വിസിൽ വേവട്ടെ കേട്ടോ. അപ്പോൾ ബീഫ് ഒന്ന് വെന്ത ശേഷം ഞാൻ തീ ഒന്ന് കത്തിച്ചിട്ട് അടുപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. മൺചട്ടിയിൽ വെക്കുന്ന ആ ഒരു ബീഫിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാ തീയൊക്കെ കത്തിച്ച് മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുള്ളിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സവാള, പച്ചമുളക്, തക്കാളി ഇതൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് 2-3 ദിവസം വരെ പുറത്ത് തന്നെ സൂക്ഷിക്കാം കേട്ടോ. കാരണം കേടായി പോകുന്നില്ല. അപ്പൊ നല്ലോണം ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതിൽ ആ ഒരു വെള്ളത്തിന്റെ അംശമൊക്കെ നല്ലോണം വറ്റി കിട്ടുന്നത് വരെ. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് തിള വരും കേട്ടോ. തീ കുറച്ച് വെക്കുക. ആ ഒരു ചെറിയ ചൂടിൽ അങ്ങനെ തിളച്ചാൽ മതിയാവും. അപ്പൊ ഇതൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നാലേ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ബീഫ് കുക്ക് ചെയ്ത സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബീഫ് മസാല ആണ് കേട്ടോ. അപ്പൊ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ബീഫിന്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ എത്രത്തോളം നമുക്ക് ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. കാരണം നമ്മൾ ബീഫിൽ ചേർത്തത് കൊണ്ടാണ്. അപ്പൊ ഇത് ഈ ഒരു പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു മസാലയൊക്കെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു ബീഫിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മുടെ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പൊ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് അത്യാവശ്യം നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിലിനി ഒരുപാട് നേരം ഒന്നും വേവിച്ചെടുക്കുന്നില്ല. അപ്പോൾ ബീഫ് നന്നായിട്ട് കുക്കായ ശേഷം മാത്രം വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു തുള്ളി കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ബീഫിന്റെ ആ ഒരു സ്റ്റോക്ക് വാട്ടറിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ഇതാ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കുരുമുളക് നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ സമയത്ത് കറിവേപ്പില, മല്ലിയില ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ സ്റ്റോർ ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. കാരണം അത് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ ബീഫ് കേടായി പോകും. അപ്പൊ ഞാനിത് അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ബീഫ് റെഡിയായി. ഇനി നമുക്ക് ചക്ക ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ചെറിയൊരു പീസ് ചക്കയാണ് എടുത്തിട്ടുള്ളൂ. കുറച്ച് അളവിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ചോളയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. ഈ ചക്ക പറിക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് പഴയ കുറേ കാര്യങ്ങൾ ഓർമ്മ വരികയാണ് കേട്ടോ. കാരണം പണ്ട് ഞങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലത്ത്, അതായത് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു കാടൊക്കെ ഉള്ള സ്ഥലത്താണ് കേട്ടോ. കാടല്ല, പറമ്പാണത്. പക്ഷേ നമ്മുടെ മെയിൻ റോഡിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുള്ള ആ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മളൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലമൊക്കെ. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ചക്കയും മാങ്ങ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണ് നമ്മൾ മാങ്ങയൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങാൻ തുടങ്ങിയത്. അന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അതിനൊരു വില ഉണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ ഈ ഒരു ചക്കയൊക്കെ പറിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ, ഉമ്മയും ഇപ്പയും പിന്നെ കാക്കുമാരും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചക്കയൊക്കെ പറിക്കുക. ഇപ്പം ഇങ്ങനെ പീസാക്കി തരും, ഉമ്മ പറിച്ചു തരും. പിന്നെ ഞാൻ ഈ ഒരു സംഭവം ഇതിനിടയിൽ ഇങ്ങനെ ഒരു നൂല് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കളയും കേട്ടോ. അതായിരുന്നു എൻ്റെ പണി. ബാക്കി പിന്നെ ഉമ്മനെ അരിയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൊത്തലും പറിക്കലും അരിയലും വെക്കലും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചക്ക പറിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ അത് ഓർമ്മ വന്നിട്ടോ, അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതാ ചക്കയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം വേഗം. അപ്പോൾ ഇതാ ചക്കയൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു വലുപ്പത്തിൽ തന്നെ അരിഞ്ഞാൽ മതി, കാരണം നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. ഇതിലും ചെറിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടുപ്പത്താണ് വെക്കുന്നത്, അതുകൊണ്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലും വെക്കാം കേട്ടോ. എളുപ്പത്തിൽ വെക്കാൻ ടൈമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെക്കാം. 2 വിസിൽ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം കൈവച്ച് പെനഞ്ഞെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും. അപ്പോൾ അത് തീ കത്തിച്ചിട്ട് അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, കാരണം ചക്കയിൽ നിന്ന് തന്നെ നമ്മൾ കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം ഒന്ന് ഏകദേശം അടിഭാഗമൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, മേൽഭാഗത്തൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ടിയുള്ള ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇങ്ങനെ ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേപോലെ ഒതുക്കിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 4 പീസ് 5 പീസ് അളവിൽ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറുള്ളിയും വേണം. അപ്പോൾ ചെറുള്ളി നന്നാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു സവാള തന്നെ എടുത്തിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. സോറി, ഇതിലേക്ക് പച്ചമുളകും കൂടി വേണം. എരിവിന് എത്രത്തോളം നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 എണ്ണം ഇട്ടിട്ടുണ്ട്. അത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ്. കാന്താരിമുളകാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉടച്ചെടുത്ത് ചക്കയൊക്കെ വെന്ത ശേഷം അടുപ്പത്ത് മാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി റെഡിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി എക്സ്ട്രാ നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇത് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. കുഴക്കല്ല, കയ്യിൽ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകും ചെറുള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, ഞാൻ ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ ഒരു ചൂടോട് കൂടി തന്നെ ഈ ഒരു ബീഫും ചക്കയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.